എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. കർത്താവ് ഒരു വചനം അയച്ചിരിക്കുകയാണ്. ആ വചനം യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 5, 6, 7 തിരുലിഖിതങ്ങൾ. 5, 6 നമ്മൾ ആദ്യം വായിക്കുകയാണ്. യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 5 മുതൽ 7 വരെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കിഴക്ക് നിന്ന് നിന്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും, പടിഞ്ഞാറ് നിന്ന് നിങ്ങളെ ഞാൻ ഒരുമിച്ച് കൂട്ടും. അപ്പോൾ സർവ മക്കളെയും, പ്രത്യേകിച്ച് ദൈവത്തെ അറിയാൻ വിളിക്കപ്പെട്ടിട്ടുള്ള സർവരെയും ദൈവം വിളിക്കുക. എന്നിട്ട് കർത്താവ് ഒരു ആജ്ഞ കൊടുത്തിരിക്കുകയാണ്. വിട്ടുകൊടുക്കുക എന്ന് വടക്കിനോടും തടയരുതെന്ന് തെക്കിനോടും ഞാൻ ആജ്ഞാപിക്കുന്നു. ആ ആജ്ഞ ഈ ദേശത്തുണ്ട്. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള ചില ഉൾബോധ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഉൾബോധ്യമാണ്, ഒരു വ്യക്തി പാപം ചെയ്യുന്നത് കണ്ടാൽ നാം തടയണം. സഹകരിക്കുന്നത് പോലെ നിസ്സഹകരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അനേകം ക്രിസ്ത്യാനികൾ ക്ഷമിക്കുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ക്ഷമ എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ദുഷ്ടനെ എതിർക്കരുത് എന്ന വചനം അവർ കേട്ടിട്ടുണ്ട്, പക്ഷെ എന്താണ് ദൈവമായ കർത്താവ് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ മക്കൾക്ക് നൽകിയിട്ടുള്ള അടിസ്ഥാനപരമായ ആ ഒരു കൽപ്പന, നിർദ്ദേശം എന്ന് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും മിണ്ടാതിരിക്കുക, വായിൽ സ്റ്റിക്കർ ഒട്ടിച്ച മാതിരി ഇരിക്കുക. അതാണ് ക്രിസ്തീയത അല്ലെങ്കിൽ ക്ഷമ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിന്മയെ എന്തു ചെയ്യണം? തിന്മയെ നന്മ കൊണ്ട്, ബാക്കി പറ, അറിയില്ല, ഉറക്കെ പറ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കണം. വെറുതെ ഇരുന്നാൽ പോരാ. നിഷ്ക്രിയത്വം അല്ല ക്രിസ്തീയത്വം. തിന്മ കൊടുമ്പിരി കൊള്ളുമ്പോൾ, പാപം ശക്തി പ്രാപിക്കുമ്പോൾ വായിൽ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്ന രീതി അല്ല ക്രിസ്തീയത്വം. സഹകരിക്കുന്നത് പോലെ തന്നെ നിസ്സഹകരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. എനിക്ക് അതിൻ്റെ ആദ്യ പാഠം കിട്ടിയത് 4 വയസ്സ് 5 വയസ്സ് പ്രായം, 1-ാം ക്ലാസ്സിലുള്ള സമയത്ത് ആദ്യമായി പള്ളി പോയപ്പോഴാണ്. മണ്ണാർക്കാടുള്ള സെൻറ്റ് ജെയിംസ് ചർച്ചിലാണ് ആദ്യമായിട്ട് ഞാൻ പള്ളിയിൽ പോണത്. അത് കോഴിക്കോട് രൂപതയുടെ പള്ളിയാണ്. എനിക്ക് പള്ളി എന്താ, അൾത്താര എന്താ, ഞാൻ ആദ്യം കാണുന്നതെല്ലാം. അപ്പനും അമ്മയൊക്കെ കൈകൂപ്പി നിൽക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ കളിച്ചു വാരി ഇന്നിങ്ങനെ വരണ്ട് നടക്കുക. വരണ്ടല്ല, ഇങ്ങനെ ഉരുണ്ട് നടക്കുക. അന്ന് ഉയരവും ഇല്ല, വണ്ണം കൂടുതലും, നീട്ടം കുറവും. അപ്പോൾ ഇങ്ങനെ ഉരുണ്ട് നടക്കുക. 5 വയസ്സും കൂടെ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ടിൽ കൂടെ എല്ലാം ഇങ്ങനെ ഉരുണ്ട് നടക്കുക. എൻ്റെ അപ്പനാണെങ്കിൽ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൻ ഇങ്ങനെ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് നല്ല സന്തോഷം. എനിക്ക് എൻ്റെ കാര്യത്തിൽ അധികം പേര് ഇടപെടാൻ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ നടക്കുമ്പം അപ്പുറത്ത് കൊമ്പമീശയുള്ളൊരു ചേട്ടൻ നിൽക്കണം. ആ ചേട്ടൻ എൻ്റെ ചെവിക്ക് പിടിച്ചിട്ട് പറഞ്ഞു അടങ്ങിയിരിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുർബാന തീരുന്നത് വരെ ഈ ചേട്ടൻ അവിടെ ഉണ്ടെന്നൊരൊറ്റ കാരണത്തെ പ്രതി എൻ്റെ അപ്പൻ അവിടെ ഉണ്ടെന്ന് വിചാരിച്ചാൽ അടങ്ങിയിരുന്നിട്ടില്ല. പക്ഷേ ഈ ചേട്ടൻ, കൊമ്പമീശുള്ള ചേട്ടൻ ചെവിക്ക് പിടിച്ച് അവിടെ ഇരിക്കാൻ പറഞ്ഞു. കണ്ടമാനം പിടിച്ചില്ലെങ്കിൽ ആ പിടുത്തത്തെ ഓർമ്മ ഇപ്പോഴും എനിക്കുണ്ട്. അവിടെ ഇരിക്കാൻ പറഞ്ഞു. പിന്നെ എനിക്ക് ആഗ്രഹമുണ്ട് പോകണമെന്ന്, പക്ഷെ മൂവ് ചെയ്യാൻ പറ്റണില്ല. ഒരു കമാൻഡിങ് പവറുള്ള ചേട്ടനായിരുന്നു അത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, 5 വയസ്സോളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് ഒരു തിന്മയെ നുള്ളിക്കളഞ്ഞ സമയമാണ്. വിശുദ്ധമായ കാര്യങ്ങൾ നടക്കുമ്പോൾ അലക്ഷ്യമായി വ്യാപരിക്കുന്നത് കാണുമ്പോൾ തെറ്റാണെന്ന് ഉള്ളിൽ ബോധ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കഴിഞ്ഞ തലമുറകളുടെ സ്ഥിതി എന്തായിരുന്നു? ഒരു കുട്ടി ഒരു സ്കൂളിൽ വെച്ചോ, വെയിറ്റിംഗ് ഷെഡിൽ വെച്ചോ, ബസ്സിൽ വെച്ചോ, റോട്ടിൽ വെച്ചോ സമൂഹം പ്രതീക്ഷിക്കാത്തൊരു തിന്മ ചെയ്യുന്നത് കണ്ടാൽ അപ്പനാണോ അമ്മയോടെ വേണ്ട ആവശ്യമില്ല,
പ്രായത്തിൽ മുതിർന്നവരുണ്ടെങ്കിൽ ചെയ്യരുത്, നീ എന്താ ചെയ്യണത്, തെറ്റാണ്, റിപ്പീറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ് ശാസിക്കുമായിരുന്നു. തിന്മയെ ശാസിക്കണം, തിന്മയെ ശാസിക്കണം. ആ 5 വയസ്സുള്ള ഞാനും ആ 50 വയസ്സുള്ള കൊമ്പമീശ ചേട്ടനും നമ്മൾ യാതൊരു പ്രശ്നവുമില്ല, ബന്ധവുമില്ല, പ്രശ്നവുമില്ല. ആ ചേട്ടൻ എന്നെയല്ല ശാസിച്ചത്, പിന്നെന്താ ചെയ്തത്? എൻ്റെ ഉള്ളിൽ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന വഷളത്വമുണ്ട്, വഷളത്വം, ആ വഷളത്വത്തെ ശാസിച്ച്. അതുകൊണ്ട് എന്തായി? എൻ്റെ ഉള്ളറ ശുദ്ധി. പിന്നെ എനിക്ക് എപ്പോൾ പള്ളിയിൽ പോയാലും എനിക്കൊരു ഓർമ്മ വരും, ഇങ്ങനെ ഇഴഞ്ഞു പഴഞ്ഞ് പാമ്പ് നടക്കണമല്ലോ, അല്ല ഇങ്ങനെ ഇഴഞ്ഞു പഴഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വിശുദ്ധ കുർബാനയുടെ സമയത്ത് നടക്കരുത്. ആ കൊമ്പമീശ ചേട്ടൻ്റെ പിടുത്തം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഇപ്പോഴും ആൾക്കാർ വരുമ്പോൾ ഞാൻ കുറച്ച് ശ്രദ്ധിച്ചൊക്കെ നടക്കുകയുള്ളൂ, കാരണം പിടുത്തം എപ്പോഴും കിടപ്പുണ്ട്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അന്ന് ആ ചേട്ടൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നറിയോ? ഒരു പക്ഷേ എൻ്റെ അപ്പനും അമ്മയ്ക്കും വേറൊരു മൈൻഡായിരിക്കും, എന്തെങ്കിലും ചെയ്തോട്ടെന്നായിരിക്കും. പക്ഷേ ഞാൻ എന്താവും? എൻ്റെ വഷളത്വത്തിൽ ശക്തി പ്രാപിക്കും. ക്ലാവ് കട്ട പിടിക്കുന്നത് പോലെ വഷളൻ്റെ ഉള്ളിൽ വഷളത്വം കട്ട പിടിക്കും. കനത്ത അടി ഉള്ളറകളെ ശുദ്ധീകരിക്കും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തിൽ ഒരു തിന്മ തലപൊക്കി വരുന്നത് കാണുമ്പോൾ എന്ത് ചെയ്യണം? അതിനകത്ത് ശാസിക്കാൻ പറ്റുന്നവരുണ്ട്, അവർ ശാസിക്കണം. എല്ലാവർക്കും ശാസിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ല. ഒരു 100 പേര് സമ്മേളിച്ചിരിക്കുന്നിടത്ത് ഒരു 10 പേർക്ക് ശാസിക്കാനുള്ള പവർ ഉണ്ടാവുള്ളൂ. അത് അധികാരം, സമൂഹം നൽകുന്ന അധികാരമല്ല, അത് ഉള്ളിൽ കിടക്കുന്ന ശക്തിയാണ്. ആ ശക്തിയാണ് പ്രതികരിക്കാൻ, ശാസിക്കാൻ, തിന്മയെ എതിർക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. തിന്മയോട് നിസ്സഹകരിക്കണം. ഞാനൊരു ഉദാഹരണം പറയാം. ദാനിയേൽ പ്രവാചക ഗ്രന്ഥത്തിൽ 13-ാം അധ്യായത്തിൽ ഒരു രംഗം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. സൂസന്ന എന്ന് പറയുന്ന ഒരു നിഷ്കളങ്ക ജീവിതം കുരുതി കൊടുക്കപ്പെടാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. 2 ന്യായാധിപന്മാരുടെ വളരെ കൗശലപൂർവമായ കുതന്ത്രമാണ് ഈ നിഷ്കളങ്ക ജീവിതത്തെ സർവ്വ ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധരിക്കപ്പെട്ട അവസ്ഥയാക്കിയിരിക്കുകയാണ്. അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട് ഇപ്പോൾ ഭർത്താവുമില്ല, അപ്പനുമില്ല, അമ്മയില്ല, ഒരാളും ഈ കുട്ടിയുടെ, ഈ സ്ത്രീയുടെ, ഈ യുവതിയുടെ കൂടെ നിൽക്കാനില്ല. ഇവൾ സമൂഹത്തിന് മുമ്പിൽ മുഴുവൻ തെറ്റായി ചിത്രീകരിക്കപ്പെട്ട് ഇവൾക്ക് തിരിച്ചു പറയാൻ ഒരു വേദിയില്ലാതെ ഇവളെ കല്ലെറിഞ്ഞ് കൊണ്ടുപോകാൻ വേണ്ടി സമൂഹം ഒന്നടങ്കം വിധിയെഴുതി ഇവളെ ആരവങ്ങളോടെ കൊലക്കളത്തിലേക്ക് നയിക്കുമ്പോൾ ഒരു ബാലൻ, അവൻ്റെ ഉള്ളിലൊരു ആത്മാവ്, തിന്മയെ ശാസിക്കുന്ന ആത്മാവ്, തിന്മയോട് നിസ്സഹകരിക്കുന്ന ഒരു ആത്മാവ് അവിടെ ഉണ്ടായിരുന്നു. ആ ആത്മാവ് ഉടനെ പറഞ്ഞു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഉടനെ വേറിട്ടൊരു സ്വരം അവിടെ ഉയരുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു. ഉടനെ വിചാരണ നടന്നു. വിചാരണ നടന്നപ്പോൾ ഈ സൂസന്നയുടെ നിഷ്കളങ്കത വെളിപ്പെടുകയും ഈ ന്യായാധിപന്മാരെ പൊള്ളത്തരം വെളിപ്പെടുകയും സൂസന്നയ്ക്ക് വിധിച്ച, സൂസന്നയെ കൊല്ലാൻ വേണ്ടി വെച്ചിരുന്ന കല്ലുകൾ കൊണ്ട് ആ ന്യായാധിപന്മാരെ കൊല്ലുകയും ആ സമൂഹത്തിൽ വിശുദ്ധി ഉയർത്തപ്പെടുകയും ചെയ്തു. അല്ലെങ്കിൽ ആ സമൂഹത്തിൽ ദൈവത്തിൻ്റെ വചനം ലംഘിക്കപ്പെടാതിരിക്കാൻ സാഹചര്യം ഒരുങ്ങുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങളൊന്ന് ഭാവന കണ്ടു നോക്കിക്കേ. ആ ദാനിയേലിങ്ങനെ വിചാരിക്കുകയാണ്, എന്നേക്കാൾ വലിയൊരു എത്ര പേരുണ്ട്, അവരെന്തെങ്കിലും മിണ്ടട്ടെ, ഞാൻ ഒരാൾ വായം കൊണ്ട് സംസാരിച്ചോണ്ട് എന്താ കാര്യം? ഇവിടെ ഭരണാധികാരികളുണ്ട്, രാജാവുണ്ട്, കളക്ടറുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, എല്ലാ സംവിധാനങ്ങളും, പോലീസും പട്ടാളം ഒക്കെ ഇവിടെയുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് ഞാനൊരു ബാലൻ ഇവിടെ കിടന്ന് മിണ്ടിയിട്ട് എന്താ കാര്യം എന്ന് വിചാരിച്ച് ദാനിയേൽ മിണ്ടാതിരുന്നെങ്കിലോ ഈ ന്യായാധിപന്മാരുടെ ദുഷ്ടത വിജയിക്കും, സൂസന്ന കൊല്ലപ്പെടും. അപ്പോൾ പിന്നെ അതുപോലെ ഒരുപാട് ജീവിതങ്ങൾ അവിടെ തകർന്ന് തരിപ്പണാവും. ആ സമൂഹത്തിൽ തിന്മ കട്ട പിടിക്കും. ഇന്ന് നമ്മുടെ സമൂഹങ്ങളിൽ ഇതുപോലെ പലതരത്തിലുള്ള വിഭാഗീയതകളും പലതരത്തിലുള്ള ക്രൂരതകളും, ഈ IS ഭീകരന്മാരുടെ ക്രൂരത പോലുള്ള ക്രൂരതകളും, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള പലതരത്തിലുള്ള ക്രൂരതകളും, അതൊക്കെ ഇവിടെ തല പൊക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം പലതും കാണുമ്പോഴും കേൾക്കുമ്പോഴും സാരില്ല, ആരെങ്കിലുമൊക്കെ പറയട്ടെ എന്ന് വിചാരിച്ച് വളരെ കുറ്റകരമായ നിശബ്ദത നാം വെച്ച് പുലർത്തി. സഹകരിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നിസ്സഹകരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം, അത് പേടിക്കരുത്. ആരെയും പേടിക്കണത്? എന്തിനീ പേടിക്കണത്? കൂടി വന്നാൽ ജീവൻ പോകും. ഈ ഭൂമിയിൽ ഇത്ര കാലം ജീവിക്കുന്ന ആരെങ്കിലും എഴുതി കൊടുത്തിട്ടാണ് നിങ്ങൾ വന്നേക്കണത്. നിങ്ങൾ പ്രതികരിച്ചാലും മരിക്കും, ഇല്ലെങ്കിലും മരിക്കും, ഉറപ്പാ. പ്രൈസ് ദി ലോർഡ്. ജീവിക്കണോടത്തോളം കാലം ഉള്ള കാര്യം പറഞ്ഞിട്ട് പിന്നെ അങ്ങ് മരിക്കുക.
1 കൊരിന്തോസ് 5:11 വായിച്ചു നോക്കിയേ. പ്രത്യുത സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി ഉള്ള ബന്ധം വിച്ഛേദിക്കണം. അത് അവനെ ഒന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. കള്ള, നീ ശരിയല്ല, ഞാൻ നിന്റെ കൂടെ ഇല്ല എന്ന് നിങ്ങൾ ഒരാൾ പറഞ്ഞു നോക്കിക്കേ. ആ കൂട്ടുകെട്ട് നിങ്ങൾ പിൻവലിച്ചാൽ അവനൊന്ന് ചിന്തിക്കും. അവൻ്റെ മാനസാന്തരത്തിന് നിങ്ങളൊരു അവസരം കൊടുക്കുക. ഒരു ധ്യാനം നടത്തുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആ കൂട്ടുകെട്ട് പിൻവലിക്കുക. അപ്പോൾ അവനൊന്ന് ചിന്തിക്കും. ആ വചനം ഒന്നും കൂടെ വായിച്ചു നോക്കിയേ. കള്ളനോ ആണെന്ന് കണ്ടാൽ എന്തു ചെയ്യണം? കൂട്ടുകെട്ട് പിൻവലിക്കണം, സപ്പോർട്ട് പിൻവലിക്കണം, നിസ്സഹകരിക്കണം. ഇത് ദൈവവചനം നമുക്ക് നൽകുന്ന നിർദ്ദേശമാണ്. അവനും ഒരുമിച്ച് ഭക്ഷണം പോലും നിങ്ങൾ കഴിക്കാൻ ഒരുമിച്ചിരിക്കരുത്. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് പോകണം. നിസ്സഹകരിക്കണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് സാധാരണ എഴുന്നേക്കാൻ പറയാറില്ല, ഉണ്ടോ? നമ്മുടെ കോമൺ ഇതനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നാൽ എഴുന്നേക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഭക്ഷണത്തിൻ്റെ സമയത്ത് ഒരു നിയമം ബാധകമല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മാഷ് കയറി വന്നു, അല്ലെങ്കിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട വികാരിച്ചും കയറി വന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ എഴുന്നേക്കേണ്ട ആവശ്യമില്ല. ആ എത്തിക്കറ്റിൻ്റെ റൂൾ അനുസരിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മറ്റ് നിയമങ്ങൾ ബാധകമല്ല. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ഇതാ അതിൻ്റെ മുകളിലൊരു നിയമം വന്നിരിക്കുക. ദൈവവചനമാണിത് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. 1 കൊരിന്തോസ് 5:11 സഹകരിക്കുന്നത് പോലെ തന്നെ നിസ്സഹകരിക്കുന്നത് വളരെ ശക്തമായ ഒരു ശുശ്രൂഷയാണ്. ഇതൊരു ശുശ്രൂഷയാണ്. സഹകരിക്കുന്നത് പോലെ തന്നെ നിസ്സഹകരിക്കുന്നത് വളരെ ശക്തമായ ഒരു ശുശ്രൂഷയാണ്. നീ എന്ത് ചെയ്യണം? അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന് കണ്ടാൽ നീ മിണ്ടാതിരിക്കുന്നത് വഴി നീ ചെയ്യുന്നത് അവൻ്റെ തിന്മയ്ക്ക് നീ കൊട പിടിക്കുകയാണ് ചെയ്യുന്നത്. അവൻ്റെ തിന്മയെ നീ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ വ്യക്തിയുടെ തിന്മ വളരാൻ ഉള്ള കാരണങ്ങളിൽ ഒരു കാരണമായി നിന്റെ നിശബ്ദത എണ്ണപ്പെടുകയും നീ ദൈവസന്നിധിയിൽ കുറ്റക്കാരനായി തീരുകയും ചെയ്യും. നീ ഇത് മനസ്സിലാക്കണം. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കണം. മേലധികാരികളോടാണെങ്കിൽ അത് പറയേണ്ട ഒരു രീതിയുണ്ട്. കുടുംബത്തിൽ അപ്പനോട് സംസാരിക്കുകയാണെങ്കിൽ അപ്പനോടാണെങ്കിൽ സംസാരിക്കണം. പക്ഷേ അപ്പനോട് സംസാരിക്കുമ്പോൾ അപ്പുറത്തെ ഇങ്ങനെ മാർക്കറ്റിൽ പോയി സംസാരിക്കുന്നവർ സംസാരിക്കരുത്. ഓരോരുത്തരുടെയും പ്രായത്തിനും ഓരോരുത്തരുടെയും അന്തസ്സിനും ഓരോരുത്തരുടെയും സ്ഥാനത്തിനും അനുസരിച്ചുള്ള ആ ഒരു മാന്യത കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്താൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ സഹോദരൻ ഒരാൾ മദ്യപാനിയാണെങ്കിൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനം ലംഘിക്കുന്നവനാണെങ്കിൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വിപരീതമായി നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ എന്ത് ചെയ്യരുത്? നീ സംസർഗം കൊടുത്ത് ശക്തിപ്പെടുത്തരുത്. നീ മിണ്ടാതിരുന്ന് ശക്തിപ്പെടുത്തരുത്. നീ സംസാരിച്ചു തുടങ്ങണം. നീ പറയണം, ചേട്ടാ ഇത് തെറ്റാ, ഇത് ശരിയല്ല, ഇത് ദൈവം അംഗീകരിച്ചിട്ടില്ല, ഇത് എതിരാണ്, ഇത് നമ്മൾ ചെയ്യാൻ പാടില്ല, നമ്മൾ കുർബാന സ്വീകരിക്കുന്നവരല്ലേ, നമ്മൾ ദേവാലയത്തിൽ പോകുന്നവരല്ലേ എന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. അവന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്ന് ദൈവവചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. എന്താണ് ഇത് ഇത്ര ഗൗരവത്തിൽ പറയാൻ കാരണം? ഗൗരവത്തിൽ പറയാൻ കാരണമുണ്ട്. നിങ്ങൾ എന്ന് നിങ്ങളുടെ ചില പ്രത്യേക താല്പര്യങ്ങൾ ഇപ്പം ഞാൻ വിചാരിക്കുകയാണ്, ആ മധ്യപൗരസ ദേശത്ത് ഇങ്ങനെയുള്ള തിന്മകൾ നടമാടുമ്പോൾ ഞാൻ എന്ത് പറയാനാ? വേറെ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർ പറയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാതിരിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സെക്കൻഡ് തൊട്ട് കർത്താവ് എനിക്കെതിരായി മാറും. കാരണം ഞാൻ സംസാരിക്കാൻ ബാധ്യസ്ഥനായിരുന്നു, ഞാൻ സംസാരിച്ചില്ല. അതിൻ്റെ റിസൾട്ട് വരുന്ന എന്താ? എനിക്ക് വേണ്ടി ഇടപെടേണ്ട കർത്താവ്, എനിക്ക് വേണ്ടി സംസാരിക്കേണ്ട കർത്താവ്, എനിക്ക് വേണ്ടി മുമ്പേ നടക്കേണ്ട കർത്താവ് എനിക്കെതിരായി മാറുമെന്ന് വിശുദ്ധ ലിഖിതങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ദിനവൃത്താന്തത്തിന് 2-ാമത്തെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ 2-ാമത്തെ തിരുലിഖിതം, ദിനവൃത്താന്തം 19-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവിടെ യഹോഷഫാത്ത് എന്ന് പറയുന്ന ഒരു രാജാവ് ആഹാബ് എന്ന് പറയുന്ന തിന്മ പ്രവർത്തിക്കുന്ന രാജാവുമായി കൂട്ടുകൂടി. എന്നിട്ട് ആഹാബ് വളരെ ദൈവവചന വിപരീതമായി നടന്നപ്പോൾ
അധർമ്മിയായി ജീവിച്ചപ്പോൾ ഇവൻ ആഹാബിനെ എതിർത്തില്ല. മാത്രമല്ല ഇവൻ ആഹാബിൻ്റെ കൂടെ പോയി ഭക്ഷണം കഴിച്ചു. മാത്രമല്ല ആഹാബ് യുദ്ധത്തിന് പോയപ്പോൾ ഈ രാജാവ് യഹോഷാഫാത്ത് രാജാവും കൂടെ യുദ്ധത്തിന് പോയി. നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ പാപം ചെയ്യുന്ന ഒരാളുടെ കൂടെ ബിസിനസ്സിന് പോകരുത്. നീ പള്ളിയിൽ പോകുന്ന ഒരാളും അടുത്തൊരാൾ ബാറ് നടന്ന ഒരാളാണെങ്കിൽ ചെന്നായും കുഞ്ഞാടും തമ്മിൽ എന്ത് ബന്ധം? ഇരുമ്പും മണ്ഡലവും തമ്മിൽ എന്ത് ബന്ധം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ആഹാബ് രാജാവ് വളരെ കൗശലക്കാരനായതുകൊണ്ട് ഈ യഹോഷാഫാത്ത് പറഞ്ഞ ദൈവഭക്തനെ ആഹാബിൻ്റെ കൂടെ വശീകരിച്ച് നിർത്തി. എന്തായി? അന്ന് വരെ കൂടെയുണ്ടായിരുന്ന ദൈവം പ്രവാചകൻ അയച്ച് ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തി കൊടുത്തതാണ്. 2 ദിനവൃത്താന്തം 19-ാമത്തെ തിരുലിഖിതം വചനം പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഹനാനിയുടെ മകനായ യേഹൂ ദീർഘദർശി അവനെ കാണാൻ ചെന്നു. അവൻ രാജാവിനോട് പറഞ്ഞു, നീ അധർമ്മികളെ സഹായിക്കുക. പലവിധ സഹായിക്കാം. ഒരാൾ അധർമ്മം ചെയ്യുന്നത് കാണുമ്പോൾ മിണ്ടാതിരുന്നാൽ അത് മൗനമായ സഹകരണമാണ്. എന്തെങ്കിലും ചെയ്തോ, ഞാൻ കണ്ണടച്ചിരിക്കാന്ന് പറഞ്ഞ് മൗനമായ സഹകരണമാണ്. നീ അധർമ്മികളെ സഹായിക്കുകയും കർത്താവിനെ ദ്വേഷിക്കുന്നവരെ സ്നേഹിക്കുകയും ചെയ്യുന്നുവോ? നിന്റെ ഈ പ്രവൃത്തി മൂലം കർത്താവിൻ്റെ ക്രോധം നിനക്കെതിരെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. നീ ഒരു ടെലിവിഷൻ ചാനലിൻ്റെ ഉടമയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പത്രം നടത്തുന്നൊരു വ്യക്തിയായിരിക്കാം, ഒന്നുമില്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിൻ്റെങ്കിലും ഒരു അക്കൗണ്ട് ഉള്ള ഒരാളായിരിക്കും. നീ എഴുതുന്നതും പറയണതും ആർക്കനുകൂലമായിട്ടാണെന്ന് ഇന്ന് ഓർക്കണം. ദൈവവചനം ലംഘിക്കുന്ന ഒരു കാര്യം വരുമ്പോൾ അത് ശക്തമായിട്ട് പറയാൻ നിനക്ക് കഴിയുമോ? വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുന്ന സമയം വരുമ്പോൾ നീ വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുന്നില്ലെങ്കിൽ നീ ഒറ്റയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്ന് വിശുദ്ധി പാലിക്കാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല മക്കളെ. നിന്റെ കർത്താവിൻ്റെ ക്രോധം നിനക്കെതിരെ വിളിച്ചു വരുത്തുന്ന ഒരു പാപമാണ്. നിന്റെ ചുറ്റിനും പാപം നടക്കുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നത് അനീതി വളരാൻ നീ സാഹചര്യം ഒരുക്കുന്ന സമയമാണ്. അതുകൊണ്ട് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 23-ാം തിരുലിഖിതം പ്രഭാഷകൻ 4:23 എന്നെ പഠിപ്പിച്ചത് ആരാന്നറിയോ? ഇന്ത്യ വിഷൻകാരാണ്. അവരെന്നെ പഠിപ്പിച്ച എപ്പോഴാണെന്നറിയാവോ? താമരശ്ശേരി രൂപതയുടെ അധ്യക്ഷനായ ചിറ്റിലപ്പള്ളി പിതാവിനെ ഒരു പ്രത്യേക വാക്ക് വിളിച്ച് കേരളത്തിലെ രാഷ്ട്രീയ നേതാവ് അധിക്ഷേപിച്ചു. എപ്പോഴാണത്? എന്താണത്? എന്താ ഹീനബുദ്ധി എന്നല്ലോ, ഒരു അനികൃഷ്ട ജീവി. നിങ്ങൾക്ക് മറന്നിട്ടില്ല, പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു. അന്ന് വല്ല മിണ്ടിയ നികൃഷ്ട ജീവി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു. അപ്പോൾ ഞാനും മിണ്ടിയിട്ടില്ല. എനിക്ക് വചനം അറിയാൻ പാടില്ലായിരുന്നു. ഞാനപ്പോൾ വിചാരിച്ചു നമ്മളിപ്പോൾ എന്ത് മിണ്ടാൻ, അത് രാഷ്ട്രീയക്കാരല്ലേ, നമ്മൾ മിണ്ടാനൊന്നും നിന്നില്ല. എനിക്ക് പ്രത്യേകിച്ച് ഒരു പാർട്ടിയോടും വലിയ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. കാരണം ദൈവവചനം ലംഘിക്കുന്ന ആരായാലും എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഇല്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്തെങ്കിലും അവരറിവില്ലാത്ത പോലെ പറഞ്ഞായിരിക്കുന്നത്. നമ്മുടെ അത് നിഷ്ക്രിയത്വമാണ്. സംസാരിക്കണം, നിസ്സഹകരിക്കണം ആവശ്യമുള്ള സമയത്ത്. അപ്പോൾ ഇന്ത്യ വിഷൻകാർ ഒരു ഫീച്ചർ ഇടുകയാണ്. ഇങ്ങനെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണിച്ച് പിതാവിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചതും അനുകൂല പ്രതികൂലം എന്താണെന്ന് ഞാനും നോക്കാൻ നിൽക്കാറില്ല. അപ്പോൾ കണ്ടതിന് അവസാനം അവർ ഒരു കൊട്ടേഷൻ കൊടുത്ത് അവസാനിപ്പിച്ചു. എന്താണെന്നറിയാവോ? അതാണ് പ്രഭാഷകൻ 4:23. ഉചിതമായ സമയത്ത് സംസാരിക്കാതെ പിൻവാങ്ങരുത് എന്ന് പറഞ്ഞാൽ പിതാവിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചപ്പോൾ കേരളത്തിൽ മിണ്ടേണ്ട പലരും മിണ്ടിയില്ല, സംസാരിക്കേണ്ട പലരും സംസാരിച്ചില്ല, തെരുവിലിറങ്ങേണ്ട പലരും തെരുവിറങ്ങിയില്ല. അപ്പോൾ ഇന്ത്യ വിഷൻകാർക്ക് സങ്കടം തോന്നിയിട്ടുണ്ടാവും. അവർ ഇതെല്ലാം ഒരു ഫീച്ചർ പോലെ തയ്യാറാക്കിയിട്ടിട്ട് അവസാനം അവർ കൊടുത്തിട്ട് വചനം ഈ ഭാഗം വന്നപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വചനം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ദൈവമേന്ന് കയറി നോക്കിയപ്പോഴത്തേക്ക് തീർന്നു പോയി. ആ പ്രോഗ്രാം തീർന്നു. അതിലെഴുതിയിരിക്കുന്നതാണ്, ഉചിതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കാതെ നീ പിൻവാങ്ങരുത്. ദാനിയേൽ അന്ന് സംസാരിക്കാതെ പിൻവാങ്ങിയിരുന്നെങ്കിലോ ആ തിന്മ അവിടെ കട്ട പിടിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗോലിയാത്ത് അവിടെ കടന്ന് അലറിയപ്പോൾ എന്താ ചെയ്തത്? ജീവിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തെയാണ് ദുഷിച്ച് സംസാരിച്ചത്. അങ്ങനെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തെ ദുഷിച്ച് സംസാരിച്ചപ്പോൾ അവിടെ ഒരാൾ തിരിച്ചു മിണ്ടണില്ല.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാവീദ് എന്ന് പറഞ്ഞ ബാലൻ യുദ്ധരംഗത്തേക്ക് ചെന്നപ്പോൾ ഈ ഗോലിയാത്ത് അലർന്ന അലർച്ച കേട്ടു. ഉടനെ തന്നെ അവന്റെ ഉള്ളിൽ നിന്ന് മറുപടി വരികയാണ്, ജീവിക്കുന്ന ദൈവത്തിന്റെ സേനയെ നിന്ദിക്കുന്ന ഈ അപരിചിതൻ ആരാണ്? ഇവനെ നിലയ്ക്ക് നിർത്താൻ ഒരാളില്ല എന്ന് ചോദിച്ചിട്ട് ദാവീദ് അവിടെ ഉണരുകയാണ്. അവൻ സംസാരിക്കാൻ തുടങ്ങി, അവൻ ഇടപെടാൻ തുടങ്ങി. അവിടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഗോലിയാത്ത് എന്ന് പറഞ്ഞ വലിയ മല്ലന്റെ ആ കിൻഡൽ കണക്കിന് കരമുള്ള തലയും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ചെറു ബാലനെയാണ് നമ്മൾ കാണുന്നത്. 2 കവണക്കല്ലേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ദൈവം അവനെ സഹായിച്ച് ഒരു തിന്മ അമർച്ച ചെയ്തു. ഇന്ന് തിന്മ കട്ടപിടിക്കുമ്പോൾ നിങ്ങൾ എന്താ ചോദിക്കുന്നത്? ദൈവം എവിടെ എന്നോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിട്ടിയ നാവും കിട്ടിയ സ്വരവും കിട്ടിയ കയ്യും കാലും എല്ലാം കൂടെ കൂടി അടുക്കി കെട്ടി വെച്ചിട്ട് ദൈവം എവിടെ ചോദിക്കുന്നത് നാണയില്ല നിങ്ങൾക്ക്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോരുത്തരും അവരവർക്ക് കിട്ടിയ വേദികളിൽ സംസാരിക്കണം. തിന്മ കട്ടപിടിക്കാൻ ഇടവരരുത്. നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ വാച്ചുകാർഡ് നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം, സംസാരിക്കണം. ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ ആ കുട്ടി സംസാരിക്കുന്ന വഴി തിന്മ ഒഴിവാകും അവിടെ നിന്ന്. എന്നവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചും കൂടെ അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാം ദൈവം എല്ലാം തന്നു. 2 കണ്ണ് തന്നു, 2 ചെവിയും തന്നു, നാവും തന്നു, സ്വരവും തന്നു, ചിന്തിക്കാൻ ബുദ്ധിയും തന്നു, പഠിപ്പും തന്നു, വിദ്യാഭ്യാസം തന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ടും ഒരക്ഷരം മിണ്ടാൻ ഉത്സാഹിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നാം എത്രമാത്രം എന്ന് പറഞ്ഞാൽ ഒരു ക്ഷമ എന്ന് പറഞ്ഞാൽ നിഷ്ക്രിയത്തല്ല. ക്ഷമ എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധമാണ്. ആ യുദ്ധം എന്താ? തിന്മയെ നന്മ കൊണ്ട് കീഴടക്കണം. നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. സാരില്ല, എന്തെങ്കിലും ആട്ടെ, നമ്മളായിട്ട് ബുദ്ധിമുട്ടിക്കാൻ പോകണ്ട, നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട. അതാണ് സമാധാനമെന്ന് വിചാരിക്കരുത്. അത് കൂടുതൽ അസമാധാനം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. റോമാലേഖനം 12:9 പഠിപ്പിക്കുകയാണ്, നീ ഒരു കാര്യം ചെയ്യണം, നിർബന്ധമായി നീ ഒരു കാര്യം ചെയ്തിരിക്കണം. എന്താ അത്? നല്ല നിഷ്കളങ്കമായൊരു സ്നേഹം, സ്ഥാപിത താല്പര്യമുള്ള ഒരു സ്നേഹം വെക്കരുത്. നിഷ്കളങ്കമായൊരു സ്നേഹം ദൈവത്തോട് കീപ്പപ്പ് ചെയ്യുക. ആ നിഷ്കളങ്കമായ സ്നേഹം ഉണ്ടെങ്കിൽ അതിൻ്റെ പെയിൻ എടുക്കാൻ നമുക്ക് സാധിക്കും. ആ നിഷ്കളങ്കമായ സ്നേഹം കീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? തിന്മയെ കാണുമ്പം മിണ്ടാതിരിക്കുവീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? തിന്മയെ ദ്വേഷിക്കുവീൻ, നന്മയെ മുറുകെ പിടിക്കുവീൻ. നന്മയെ മുറുകെ പിടിക്കുന്നതിൻ്റെ വേറൊരു രൂപമാണ് തിന്മയെ എതിർക്കുക. വലിയ അക്രമോ, വലിയ വാളോ, കൊടുവാളോ, ഇത് രക്തച്ചൊരിച്ചിലോ ഇതാണ് ദൈവത്തിൻ്റെ വചനം ആവശ്യപ്പെടുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത്. അതൊക്കെ തീരെ അധപ്പതിച്ച ഏറ്റവും താഴ്ന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ്. അത് തീരെ അത്ര ഒരു ലെവലുള്ളവർ അങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ വാളും കൊടുവാളൊക്കെ ആയിട്ട് തീരെ അധപ്പതിച്ച രീതിയാണത്. മൃഗങ്ങൾ പോലും ഉപയോഗിക്കാത്ത രീതിയാണത്. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആയുധെടുക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മൾ കാണുന്ന പോലെയൊക്കെ ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രമാത്രം നമ്മൾ വചനത്തിലും പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നോ അത്രയും ഉയർന്ന ആത്മീയ ആയുധങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പ്രാർത്ഥന, ഉപവാസം, ഒന്നും വേണ്ട. നമ്മൾ എഴുന്നേറ്റ് നിന്ന് എന്താ ഇതെന്നൊന്ന് ചോദിച്ചാൽ മതി, ബാക്കി ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. നമ്മളല്ല, തിന്മയെ മുഴുവനും തുടച്ചു മാറ്റാൻ ശക്തിയുള്ളത് ദൈവത്തിൻ്റെ ആത്മാവിനാണ്. പക്ഷേ ദൈവം ഉണർത്തുന്ന, അല്ലെങ്കിൽ ദൈവം തന്നിരിക്കുന്ന കൃപ, ദൈവം തന്നിരിക്കുന്ന ആ അവസരം, ഒരു വ്യക്തി ആ അവസരത്തിൽ എഴുന്നേറ്റ് നിൽക്കണം. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ ഈ ഒരു അഭിഷേകം നമ്മുടെ മേൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ തിന്മയുണ്ട്, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ തന്നെ തിന്മയുണ്ട്. ആ തിന്മ കട്ടപിടിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എതിർക്കെന്ന് പറഞ്ഞാൽ തിന്മയെ ദ്വേഷിക്കണം എന്ന് പറഞ്ഞാൽ തിന്മയോട് സഹകരിക്കരുത്. നമ്മളൊരു അസഭ്യം പറഞ്ഞു, അത് സാരമില്ല, അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. അയ്യോ, ചെയ്യരുതാത്തത് ഞാൻ ചെയ്തു, തെറ്റായിപ്പോയി എന്ന് നമ്മളോട് തന്നെ പറയണം. നമ്മുടെ കുടുംബത്തിൽ ഒരാൾ അസഭ്യം ചെയ്തു, ഒരു കുട്ടി അടുത്തുള്ള ടീച്ചറെ അസഭ്യം വിളിച്ചു, അപ്പനും അമ്മയും പറയണം, മോനെ നീ ചെയ്യരുതാത് ചെയ്തു. നുണ പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടു, നിങ്ങളുടെ കുടുംബത്തിന് അനുകൂലമായൊരു വിജയം ഉണ്ടാകാൻ വേണ്ടി നിങ്ങളുടെ കുട്ടി ഒരു നുണ പറഞ്ഞു എന്ന് വിചാരിക്കുക. സാരമില്ല, അങ്ങനെ വിചാരിക്കരുത്. അപ്പം തന്നെ പറയണം, മോനെ നമ്മുടെ ദൈവം നുണ പറയാൻ അനുവദിച്ചിട്ടില്ല, നുണ പറയുന്നവരുടെ കൂടെ ദൈവം നിൽക്കുകയില്ല. ഇപ്പോഴത്തെ വിജയമല്ല, നമ്മുടെ ദൈവമാണ് നമ്മുടെ കൂടെ നിൽക്കേണ്ടത്. കുട്ടി അപ്പം തന്നെ തിരുത്തണം. സംസാരിക്കേണ്ട അപ്പനപ്പം സംസാരിക്കേണ്ട അമ്മയുടെ വിശുദ്ധ വചനത്തിന് വേണ്ടി സംസാരിക്കണം. ധ്യാന ഗുരു എന്ന് പറയുന്നത് തക്ക സമയത്ത് സംസാരിക്കുന്നവനാണ്.
എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ എന്ന് പറഞ്ഞ സ്റ്റേജിൽ മൈക്കിൻ്റെ കാര്യം അല്ല ഈ പറയണത്. ആ തെറ്റ് ചെയ്ത് കുട്ടി നുണ പറഞ്ഞത് നിങ്ങൾ അറിയുന്ന സെക്കൻഡിൽ കുട്ടിയോട് പറഞ്ഞ എൻ്റെ മോനെ ചെയ്യരുതാത്തതാണ് നീ ചെയ്തത്. നമ്മുടെ കർത്താവ് വചനത്തിൽ വ്യാജം പറയുന്ന അതരത്തെയും നുണ പറയുന്ന നാവിനെയും എൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ വിച്ഛേദിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് അറിയില്ലേ മോനെ എന്ന് പറഞ്ഞ ആ കുട്ടിയെ നമ്മൾ ആ കുട്ടിയെ തിരുത്തണം. ആ കുട്ടിയുടെ നുണയുടെ കൂടെ സഹകരിക്കരുത്. ഒരു സർട്ടിഫിക്കറ്റ് തിരുത്തുമ്പോഴാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഒരു കുട്ടി പള്ളി ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ നിങ്ങളൊരു ഉദാഹരണം പറയാം. ഒരു രൂപതയുണ്ടായ സംഭവമാണ്. ഒരു കുട്ടി ഓൾട്ടർ ബോയ് ആണോ അല്ലയോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പള്ളിയിലെ നേർച്ചപ്പെട്ടിയിൽ നിന്ന് ഈർക്കിലിട്ട് തോണ്ടി തോണ്ടി പൈസ എടുത്തു. അത് പള്ളിയിലെ ചിലർ കണ്ടു, കൈക്കാരന്മാരാണോ ചിലർ കണ്ടു. ഉടനെ അച്ഛനോട് പറഞ്ഞു. അച്ഛനും പിന്നെ പള്ളിയിലപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരും കൂടെ ആ കുട്ടീനെ കൈയോടെ പിടികൂടി. അവൻ മോഷണ സ്വഭാവമുള്ള ഒരു കുട്ടിയായിരുന്നു. ഉടനെ അവർ പിന്നെ വേറെ ഒന്നും ചെയ്തില്ല. ഇടവക്കാരനായതുകൊണ്ട് പാരൻസിനെ വിളിച്ച് വിവരം പറഞ്ഞു, ഇതേ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സൂക്ഷിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പാരൻസ് എന്താ ചെയ്തതെന്നറിയോ? ആ പാരൻസ് ആ കുട്ടീനെ തിരുത്തുകയല്ല ചെയ്തത്, അവരുടെ ആളുകളെ കൂടെ കൂട്ടിയിട്ട് ഇംഗ്ലാവ് വിളിച്ച് പള്ളിയിൽ ബഹളം ഉണ്ടാക്കി. അവിടെ ആ കൈക്കാരന്മാർക്കെതിരെയും അപ്പോൾ ആ കണ്ട ആളുകളുണ്ട്, അവർ പ്രാർത്ഥിക്കാൻ വന്നവരൊക്കെ ആയിരിക്കും, അവരെ അങ്ങോട്ട് ദുഷിക്കുക. ഇവരാരാന്ന് എനിക്കറിയാലോ, എൻ്റെ മോൻ അങ്ങനെ ചെയ്യുന്നു. ആ കുട്ടിയുടെ പാപത്തിന് കൊടപിടിക്കുകയും അവിടെ ഉണ്ടായിരുന്നവരെ ആ ആളുകളെ ദുഷിക്കുകയും ചെയ്ത് വലിയ പ്രശ്നം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ പറയണത്, നമ്മുടെ ഭാര്യ പറയണത് അല്ല ദൈവവാക്യം എടുക്കേണ്ടത്. അവിടെ എന്താണ് സംഭവിച്ചത്, സത്യം അല്ലെങ്കിൽ ദൈവവചന ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ അതിന് ശബ്ദം ഉയർത്തണം. മോനെ, നമ്മൾ ദൈവവചനം ലംഘിക്കരുത്. ഇപ്പോൾ താൽക്കാലിക വിജയം ഉണ്ടാകും, പക്ഷേ അത് നമ്മുടെ കുടുംബത്തിൻ്റെ നാശമാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോണ ദിവസമാണെന്ന് നീ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് കുട്ടി അതിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കണം. വ്യാജത്തിനും വ്യാജമായ നേടിയ ധനത്തിൽ മക്കളെ ആശ്രയിക്കരുത്. വ്യാജം പറഞ്ഞുണ്ടാക്കുന്ന പണം കൊണ്ടിരുന്ന മക്കളെ നിങ്ങൾ ആശ്രയിക്കരുത്. തക്ക സമയത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല. നിങ്ങളുടെ കണ്ണിന് മുള്ളും നിങ്ങളുടെ മുതുകിന് ചാട്ടയും നിങ്ങളുടെ കഴുത്തിൽ കുരുക്കും നിങ്ങളുടെ കാലിൽ കെണിയുമായി അത് മാറും. ആ മക്കൾ മാറും. ആരാണോ നിങ്ങൾക്ക് ഇതിനെ സഹായിക്കണം അവരൊക്കെ അതിനെ മാറും. ഇന്ന് നിങ്ങൾക്ക് അവരുടെ പ്രീതി ഉണ്ടാവും. നാളെ എന്തായിത്തീരും? നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഈ അവസ്ഥ മാറി മറിയാൻ അധികം നേരം വേണ്ട, നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനം ലംഘിക്കുന്ന ഒരു വ്യക്തിയുമായുള്ള കൂട്ടുകെട്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കണ്ണിന് മുള്ളും നമ്മുടെ മുതുകിന് ചാട്ടയും നമ്മുടെ കഴുത്തിന് കുരുക്കും നമ്മുടെ കാലിന് കെണിയുമായി മാറുമെന്ന് ഞാൻ നിങ്ങൾ അറിയണം. ഇത് വചനം ആഗ്രഹിക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാം. കർത്താവേ, തിന്മയോട് നിസ്സഹകരിക്കാൻ ഒരു ശക്തി എനിക്ക് തരണം. സംസാരിക്കുന്ന ഒരു വാക്കാണെങ്കിൽ ഒരു വാക്ക് എനിക്കിഷ്ടമല്ല എന്നെങ്കിലും പറയണം. ഞാനിത് അംഗീകരിക്കുന്നില്ല അങ്ങനെയെങ്കിലും പറയണം. നിന്റെ കൂട്ടുകാരനാണെന്ന് വിചാരിച്ച് തിന്മയ്ക്ക് നീ കൂട്ടു നിൽക്കരുത്. കൈകൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ രാത്രി കൃപയുടെ രാത്രിയാക്കണമേ. ഈ രാത്രി അഭിഷേകത്തിന്റെ രാത്രിയാക്കണമേ. ഈ രാത്രി ഉണർവിന്റെ രാത്രിയാക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എല്ലാ ഹൃദയങ്ങളിലേക്ക് നിറയണമേ. എല്ലാ ഹൃദയങ്ങളിലേക്ക് നിറയണമേ. മനസ്സുകളിലേക്ക് നിറയണമേ. ഉൾക്കാഴ്ചകളിലേക്ക് നിറയണമേ. ബോധ്യങ്ങൾ നൽകണമേ. ഉണർവ് നൽകണമേ. ജീവൻ നൽകണമേ. മൃതപ്രായമായി കിടക്കുന്ന ആത്മാക്കളെ തട്ടി ഉണർത്തണമേ. കർത്താവെ, വിശുദ്ധിക്ക് വേണ്ടി സംസാരിക്കാൻ, വചനത്തിന് വേണ്ടി നിലകൊള്ളാൻ, ദൈവത്തിന് വേണ്ടി സംസാരിക്കാൻ, ദൈവദൂഷണം കട്ടപിടിക്കുമ്പോൾ, ദൈവനിന്ദ കട്ടപിടിക്കുമ്പോൾ, സത്യത്തിനും വിശുദ്ധിക്കും എതിരായുള്ള സംസാരം മുറുകുമ്പോൾ അവിടെ ഒരു വാക്കാണെങ്കിൽ ഒരു വാക്ക് മുഴക്കാൻ, കാഹളം മുഴക്കാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ. സമുദ്രം ജലം കൊണ്ടെന്നതുപോലെ ഈ ദാസീദാസന്മാരുടെ മേൽ ഇപ്പോൾ നിറയണമേ. ഇപ്പോൾ നിറയണമേ. ഇരു കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് വലിയ ആഗ്രഹത്തോടെ വിശുദ്ധിയുടെ ആത്മാവിനെ വിളിച്ച്, ശക്തിയുടെ ആത്മാവിനെ വിളിച്ച്, ദൈവത്തിന്റെ ഉന്നതമായ ആത്മാവിന്റെ ശക്തിയെ വിളിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, നിറയ്ക്കണമേ കർത്താവേ. ഈ സമൂഹത്തിലെ ഓരോ മകന്റെയും മകളുടെയും ഭീരുത്വങ്ങളെ അവിടെ കഴുകണമേ കർത്താവേ. ഭീരുത്വം അവിടെ കഴുകണമേ കർത്താവേ. ഭീരുത്വത്തിന്റെ വേര് ഒന്ന് പറിക്കണമേ കർത്താവേ. ഭീരുത്വത്തിന്റെ വേര് അവിടുന്ന് പറിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ.
മനസ്സിലാക്കാനുള്ള വിവേചനത്തിന്റെ ആത്മാവിനെ ഈ സമൂഹത്തിന് നൽകണമേ. വെളിപാടിന്റെ ആത്മാവ്, തക്ക സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കാനുള്ള ഉണർവിന്റെ ആത്മാവ്, ഈശോയുടെ അത്ഭുതകരമായ നാമത്തിൽ ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. അവിടുന്ന് വിശുദ്ധ ലിഖിതങ്ങളിൽ, വെളിപാടിന്റെ പുസ്തകത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ മുന്നറിയിപ്പുകളിൽ ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ ഒരു കാര്യം ഞങ്ങൾ കർത്താവെ ഗൗരവത്തിലെടുക്കുന്നു. വെളിപാട് 21-ാം അധ്യായം അതിൽ 8-ാം തിരുലിഖിതം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധവും എരിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം, അഗ്നി തടാകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഭീരുത്വത്തിന്റെ ആധിപത്യങ്ങൾ ഹൃദയങ്ങളിൽ അവിടുന്ന് കഴുകിക്കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.